ഇതാണ് വളയം തറവാട്ടിലെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന കാരണവന്മാർ. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഒരു ചെറിയ കുടുംബ സംഗമത്തിലോട്ടാണ്. അത് മറ്റെവിടെയുമല്ല, എൻ്റെ അച്ഛൻ്റെ അതല്ലെങ്കിൽ എൻ്റെ അച്ചച്ചൻ്റെ തറവാടായ വളയം തറവാട്ടിലെ മൂന്നാമത്തെ കുടുംബ സംഗമത്തിലോട്ടാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഈ സംഗമത്തിലെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് കാരണവന്മാരെ പൊന്നാട അണിയിക്കലായിരുന്നു. പൊന്നാട അണിയിച്ചതിന് ശേഷം സുധാകരൻ ചേട്ടൻ്റെ ഈശ്വര പ്രാർത്ഥനയോടെയാണ് നമ്മൾ പിന്നെയുള്ള പരിപാടികൾ തുടങ്ങിയത്. പിന്നെ സ്വാഗതം പറയാനായിട്ടും സംഗമത്തെക്കുറിച്ച് സംസാരിക്കാനായിട്ടും ചില പേർ വന്നു. വളരെയധികം സന്തോഷം. ഈ ഒരു പരിപാടിയിൽ വന്ന പല ആൾക്കാർക്കും ഈ പരിപാടിയിൽ വന്ന പല ആൾക്കാരെയും അറിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കുടുംബ സംഗമം നമ്മൾ എല്ലാ കൊല്ലവും വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കുടുംബ സംഗമം കൊണ്ട് എല്ലാവരുടെയും ഉദ്ദേശവും അത് തന്നെയാണ്. എല്ലാവരെയും തമ്മിൽ ഒന്ന് പരിചയപ്പെടുക, പേരെങ്കിലും ഒന്ന് അറിഞ്ഞു വെക്കുക, ഈ പഴയ ജനറേഷനും പുതിയ ജനറേഷനും എല്ലാം ഒന്ന് ഒരുമിക്കുക, അത്രേ ഉദ്ദേശവും. ഓളവും തീരവും ആലിംഗനങ്ങളിൽ മുഴുകി ആയിരം പാദസരങ്ങൾക്കിലും. സുധാകരൻ ചേട്ടൻ്റെ പാട്ടിന് ശേഷം പിന്നെ ഒരു അടിപൊളി തിരുവാതിരക്കളിയായിരുന്നു അടുത്ത പരിപാടി. ഈ ഒരു കുടുംബ സംഗമ വേളയിൽ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ അറിയുന്ന പല ആൾക്കാരുടെയും പല അടിപൊളി കഴിവുകൾ നമുക്ക് കാണാൻ പറ്റും. നന്നായി പാട്ട് പാടുന്നവരുണ്ടാവും, ഡാൻസ് കളിക്കുന്നവരുണ്ടാവും, നന്നായിട്ട് സംസാരിച്ച് ചിരിപ്പിക്കാൻ കഴിയുന്നവരുണ്ടാവും. ശങ്കരായ മംഗളം ശങ്കരീ മനോഹരായ ശാശ്വതായ മംഗളം സുദർശായ മംഗളം ചന്ദനായ മംഗളം. തിരുവാതിരക്കളി കഴിഞ്ഞതോടെ യുവൻ കൃഷ്ണൻ്റെയും രോഹിത് കൃഷ്ണൻ്റെയും ഒരു അടിപൊളി ഡാൻസ് ആയിരുന്നു. പിന്നെ നമ്മുടെ ടീനേജ് ഗേൾസ് ഗ്രൂപ്പിൻ്റെ ഒരു അടിപൊളി ഡാൻസ്.
ചഞ്ചലദ്രുതപദതാളം സുകൃതതാളം ചഞ്ചലദ്രുതപദതാളം സുകൃതതാളം സുന്ദരതരഹരിഗീതം ഹരിതഗീതം വധുവൊരുങ്ങി പ്രിയനൊരുങ്ങി മധുരരാമഴ പെയ്തൊഴുകി പൊന്നഴകിനു മഴകാം മാധവമേ നിൻ കുമ്പിളിൽ നിറയും സ്വരമെവിടെ താം തനനനനനന ത്രിതല ജതികളുടെ അനീഷ്കേൻ്റെ ഒരു അടിപൊളി ഡാൻസിന് ശേഷം അടിപൊളി കോൽക്കളി പെർഫോമൻസ് ആയിരുന്നു. കോൽക്കളി പെർഫോമൻസിന് ശേഷം ഗോപികയുടെ ഒരു നല്ല മെലോഡിയസ് സോങ് ആയിരുന്നു. കുറേ ആൾക്കാരുടെ നല്ല നല്ല പെർഫോമൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ചിലത് മാത്രമേ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ മുഴുവനായിട്ട്. കാരണം ഫോണിൽ സ്റ്റോറേജ് കുറവായിരുന്നു. ഗോപികയുടെ പാട്ടിന് ശേഷം നമ്മളുടെ കുടുംബത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന ആൾക്കാരില്ലേ, കാരണന്മാർ, അവരുടെ പാട്ടായിരുന്നു. എന്ത് രസമായിരുന്നു എന്നറിയാം അവരുടെ പാട്ട് കേൾക്കാൻ. അങ്ങനെ നമ്മുടെ കുറേ നേരത്തെ പാട്ടും ഡാൻസും കഥ പറച്ചിലും സ്വറ പറച്ചിലും തമാശയും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയ്ക്കത്തുള്ള ഭക്ഷണത്തിൻ്റെ സമയമായി. നല്ല കോഴിക്കോടും കണ്ണൂരും മലപ്പുറമൊക്കെ ചേർന്ന അടിപൊളി ഒരു സദ്യ. സദ്യയുടെ കൂടെ 2 ടൈപ്പ് പായസം ഉണ്ടായിരുന്നു. ആ പായസത്തിൻ്റെ കൂടെ നല്ലൊരു പപ്പടവും രസവും മോരും പിന്നെ നല്ല ചിക്കൻ പൊരിച്ചതും. വാ, ഈ കുടുംബസംഗമത്തിൻ്റെ സമയം എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മോർണിംഗ് 8 മണി 9 മണിക്ക് തുടങ്ങിയിട്ട് വൈകിട്ട് ഒരു 4 to 5 ഉള്ളിൽ അവസാനിപ്പിക്കാനായിരുന്നു കേട്ടോ. ഉച്ചയ്ക്കത്തെ ചോറൊക്കെ ഉണ്ട്. എല്ലാവരും സാവധാനം താഴത്ത് ഹാളിലെത്തുമ്പോഴത്തേക്ക് ഏകദേശം 3 മണിയൊക്കെ കഴിഞ്ഞിരുന്നു. അങ്ങനെ പിന്നെ എല്ലാവരും സാവധാനം ഇരുന്ന് സംസാരിച്ച്, ചില ആൾക്കാർ പാട്ട് പാടി, കുട്ടികളാണെങ്കിൽ കളിക്കുമായിരുന്നു. പിന്നെയാണെങ്കിൽ കുറച്ച് മെമ്പേഴ്സൊക്കെ കൂടിയിരുന്ന് ബഡ്ജറ്റ് അവതരണമായിരുന്നു. അങ്ങനെ അടുത്ത കൊല്ലത്തെ കുടുംബസംഗമത്തിൻ്റെ ഡേറ്റും തീരുമാനിച്ച് പ്രസിഡൻറ്റ്, സെക്രട്ടറി, ട്രഷറർ, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയൊക്കെ തിരഞ്ഞെടുത്തു. ഇനി വരാനിരിക്കുന്ന അടുത്ത കൊല്ലത്തെ കുടുംബസംഗമത്തെക്കുറിച്ച് ആലോചിച്ച് എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഒരു അടിപൊളി ഗ്രൂപ്പ് ഫോട്ടോയും എടുത്ത് എല്ലാവരും പിരിഞ്ഞു.